ഹലോ, ഞങ്ങളുടെ പിറവങ്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പിറവംപള്ളി പെരുന്നാൾ. വിശുദ്ധ രാജാക്കന്മാരുടെ 3 പള്ളികളിലായിട്ടുള്ള പ്രദക്ഷിണങ്ങളും ദീപാലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജാക്കന്മാരുടെ കൃപ കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. പള്ളികളിലെല്ലാം തിരി കത്തിച്ചു. ഖയാലോട്ടനാണെങ്കിൽ പേടിയായിരുന്നു തിരി കത്തിക്കാനായിട്ട്. കാരണം ഒത്തിരി ആളുകൾ കത്തിക്കുന്നതുകൊണ്ട് തിരി ഇങ്ങനെ ആളി കത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ പിറവത്ത് മാത്രമല്ല, ഒത്തിരി വിശ്വാസികൾ ഒത്തിരി സ്ഥലത്തുനിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിറവംപള്ളി പെരുന്നാൾ വരുമ്പോഴത്തേക്കും ഒരു സങ്കടമായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ 2 ചേട്ടന്മാർ മരിച്ചു പോയത്. കാരണം വാത്സൻ ചേട്ടായും അരുൺ ചേട്ടായും. കാരണം അവർ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം പിറവംപള്ളി പെരുന്നാളിന് ശേഷം അവർ പെരുന്നാളൊക്കെ കൂടിയിട്ട് കൂട്ടുകാരനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അവർ മരിച്ചു പോയത്. അപ്പോൾ നമുക്ക് ആ ഒരു 16 വർഷം മുമ്പത്തെ കാര്യങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പിറവംപള്ളി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അവരെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് സങ്കടമായിട്ടുള്ള കാര്യമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ദൂരേന്ന് ഒത്തിരി സാധനങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് വിൽക്കാനൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം നോക്കി ഇങ്ങനെ പോകുമായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പിടാനുള്ള ഭരണി വേണമെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി ഒത്തിരി ഡിസൈൻസിലൊക്കെയുള്ള ഒത്തിരി ഭരണികൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വഴിനീളം പൂച്ചട്ടികൾ, അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇല്ലേ. പിന്നെ ഖയാലോട്ടനാണെങ്കിൽ കീ ചെയിൻ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അവൻ്റെ പേരെഴുതിയൊരു കീ ചെയിൻ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് നമ്മൾ പേരെഴുതിച്ചു. ഒരു സ്മൈലിയുടെ പടമുള്ള ഒരു കീ ചെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ എഴുതിച്ച് ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് എഴുതി തന്നു. അപ്പോൾ അവനാണ് ഭയങ്കര സന്തോഷമായി. കാരണം അവന് ഞാനിതുവരെ കീ ചെയിൻ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ എഴുതുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഗമ്മൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു അത് കയ്യിലിങ്ങനെ പിടിക്കണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങുള്ളൂ പറഞ്ഞു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഹാർട്ടിൻ്റെയൊക്കെ അപ്പുറം ഇപ്പുറം ഹാർട്ടിൻ്റെ സിമ്പിളൊക്കെ ഇട്ട് ഞങ്ങൾ വലിയ പള്ളിയിലേക്ക് പോയി. വലിയ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി അതിലും അടിപൊളിയായിട്ടുള്ള ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. അപ്പോൾ സാധാ അവന് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്കും അമ്മയ്ക്കും സാധാ സ്ട്രോബെറിയുടെ ഫ്ലേവറായിട്ടാണ് മേടിച്ചത്. പിന്നെ അടിപൊളി നല്ല വെടിക്കെട്ട് ഒക്കെ കണ്ടു. അവിടെ നിന്ന് കണ്ടു. അവനാണെങ്കിൽ പറയാം, അമ്മയെ അവരോട് നിർത്താൻ പറ, എൻ്റെ ചെവി പൊട്ടിപ്പോവാന്ന് പറയാം. അവൻ എല്ലാവരും അങ്ങനെയാണ് മോനെ എന്ന് പറഞ്ഞു. പിന്നെ രാജകുമാരുടെ ഭക്ഷണം, അതായത് ചോറ്, സാമ്പാർ, തോരൻ, അച്ചാർ, അങ്ങനെ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ സാധിച്ചിട്ടോ. കാരണം അതുപോലെ അത്രയും നല്ലൊരു വഴിപാടും കഴിച്ചു. അത്രയും ആളുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മണി, നമ്മൾ പോകുന്നത് തന്നെ ഒരു 11:30 ആ ഒരു സമയത്താണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ ഒരു ടൈമിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. കാരണം പ്രദക്ഷിണം 3 പള്ളികളിലും 3 സമയത്തായിട്ടാണ് പ്രദക്ഷിണം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ പള്ളികളിലെ ആളുകൾ, ഇപ്പോൾ ഇത് 3ാമത്തെ പള്ളിയാണ്. അപ്പോൾ ഈ ഓരോ പള്ളികളിലെ ആളുകൾ നമ്മളിങ്ങനെ പോയി കണ്ടു. അവനാണെങ്കിൽ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ടോയ്സ് കടയിൽ ചെന്നിട്ട് എല്ലാം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുപ്പിയോളം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ കോമൺ കളറായ റെഡും പച്ച എടുത്തു. കാരണം അത് ഞാൻ എപ്പോഴും ഇടുന്നത് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ടായിരുന്നു, പൊട്ടിപ്പോരണം. പിന്നെ കാരണം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ പെരുന്നാൾ ആശംസ.